നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വയറുവേദനയുടെ കാരണം അറിയാതെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവസാനം ഡോക്ടർ വന്ന് വളരെ വിഷമത്തോടെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത അങ്ങ് പറയും. അത് കേട്ട് നടുങ്ങി നിൽക്കുന്ന അർച്ചനയുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം, നിന്റെ അനിയത്തിയുടെ ഗർഭം കലക്കിയത് ഈ അനഘയാണെന്ന്. നെല്ലിശ്ശേരിയിലെ മുഴുവൻ സ്വത്തുക്കളുടെ അവകാശി പ്രസവിക്കേണ്ടത് ആതിരയല്ല. അവകാശികൾ ഓരോന്നിനെയായി കൊന്നിട്ട് ബാക്കി വരുന്ന നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മൂത്ത മരുമകൾ അവന്തികയ്ക്കാവണം നെല്ലിശ്ശേരിയിലെ കണ്ണെത്താത്ത സ്വത്തുക്കൾ. അത് അനഘ തന്നെ വാങ്ങിച്ച് ചേച്ചിയുടെ കയ്യിലേക്ക് വെച്ച് തരികയും ചെയ്തു. മാഡം, ഇതെന്താ ഓഫീസിൽ പോയിട്ട് ഈ സമയത്ത് വന്നേ? എന്താ ഞാൻ വന്ന ഇഷ്ടായില്ലേ? എങ്കിൽ ഞാൻ തിരിച്ചു പോയേക്കാം. ആ, ഇഷ്ടമായില്ല. എന്താ തിരിച്ചു പോകുന്നില്ലേ? ഓ, അങ്ങനെ ഇപ്പൊ എന്നെ പറഞ്ഞു വിടാന്ന് കരുതണ്ട. കൊറേ ദിവസത്തിന് ശേഷം ഇന്ന് ഓഫീസിൽ പോവാണെന്നും കൊറേ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയ ആളല്ലേ. ദേ 3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്ന കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. അവിടെ ഭയങ്കര ബോറടി. മുമ്പ് ഇവിടെ ഇരിക്കുമ്പോഴായിരുന്നു അത്, ഇപ്പൊ അവിടെ. ഇവിടെ ഇപ്പൊ ബോറടിയില്ലേ? ഇല്ലല്ലോ. എങ്ങനെ ബോറടിക്കാനാ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളിപ്പോ ഇവിടെയല്ലേ ഉള്ളത്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന് നന്നായി. കുളിച്ച് ഈറനണിഞ്ഞ് നിൽക്കുന്ന എന്റെ കുടുംബാവെ കാണാൻ എന്ത് രസാന്നറിയോ? സന്ദീപേ, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ ശരി, ഇനി വിളിക്കുന്നില്ല, പോരെ? എന്തായാലും ഓഫീസിൽ പോകുമ്പോ ബോറടിക്കുമല്ലേ? കുറച്ചു ദിവസം എന്നോടൊപ്പം ഇവിടെ ഇരിക്കാവോ? അതിനെന്താ, ഇരിക്കാലോ. വാ. അതെന്താ, തനിക്കിവിടെ മടുത്തു തുടങ്ങിയോ? മടുപ്പല്ല, എനിക്ക് ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഭയം പോലെ. ഭയോ? എന്തിന്? എന്നോട് ഇവിടെ ആകെ സംസാരിക്കുന്നത് സച്ചേട്ടനും ചേച്ചിയും നീയും മാത്രം. സച്ചേട്ടനും നീയും പോയി കഴിഞ്ഞ പിന്നെ ഞങ്ങള് 2 പേരും 2 മുറികളിൽ ഒറ്റയ്ക്കാവും. എനിക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നിയാലും ചേച്ചിക്ക് ഒരു താല്പര്യവുമില്ല. എന്ത് സംസാരിച്ചാലും ഒടുവില് കണ്ണ് നിറഞ്ഞ് പറഞ്ഞു നിർത്തുന്നത് ഇവിടുത്തെ അച്ഛന്റെ കാര്യമാ. അവന്തികേടത്തെ മാത്രമേ അച്ഛനിപ്പൊ സ്നേഹിക്കുന്നുള്ളൂ എന്നും ചേച്ചിയെ പൂർണ്ണമായിട്ട് തഴയുവാണെന്നും ഒക്കെ പറഞ്ഞ് കരയും. അത് കേൾക്കുമ്പോ എനിക്ക് മനപ്രയാസമാവും. ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്ന് ഓർത്തിട്ട്. എത്ര വേണ്ടാന്ന് കരുതിയാലും പലരുടെയും ജീവിതത്തില് നമ്മുടെ ജീവിതം ഒരു കല്ലുകടിയാ. സ്നേഹം കൊണ്ട് ആരും ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അവന്തികേട്ടത്തി ഓവറാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചു എന്ന് കരുതി കൂടുതൽ ഭരിക്കുക എല്ലാവരെയും. എടോ, അത് എന്റെ തെറ്റിദ്ധാരണയാ. അർച്ചനേട്ടത്തി ഇവിടേക്ക് വരുന്നതുവരെ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നത് അവന്തികേട്ടത്തി തന്നെയാ.
അർച്ചനടുത്ത് വന്നപ്പോ പുള്ളിക്കാരി ഒന്നിനും തലയിടുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അർച്ചന ഏട്ടത്തിയുടെ നേരെ ഓപ്പോസിറ്റ് അവധിക എടുത്തി. പണ്ട് മുതലേ ഏട്ടത്തി എങ്ങനെ കർശനക്കാരിയെ നിന്നതുകൊണ്ട് മാത്രം ഇവിടെ സമാധാനം ഉണ്ടായിരുന്നത്. എനിക്ക് സച്ചേട്ടനൊക്കെ ഏട്ടത്തി പറയുന്നതിനൊരു മറുവാക്കില്ല. അതന്നും ഇന്നും. കാരണം എത്ര കർക്കശം കാണിച്ചാലും ഒരമ്മയുടെ വാത്സല്യം എന്നും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏട്ടത്തി. ഏട്ടൻ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ ഏട്ടത്തി ജീവിച്ചതൊക്കെ ഞങ്ങൾക്ക് ഈ കുടുംബത്തിനു വേണ്ടിയാ. ആ കടപ്പാടൊന്നും മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പാവം. പിന്നെ അർച്ചനടുത്തിലെ കാര്യം, അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനും തരം കാരണം ഏട്ടത്തി ഇപ്പോൾ ഇത്രയും വിഷമിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടിയപ്പോ ഏട്ടത്തി കിട്ടിയത് സങ്കടം. നമ്മൾ നമ്മുടെ ഭാഗത്ത് ന്യായീകരിച്ച് അതിലെ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുമ്പോൾ അതേപോലെ തന്നെ അച്ഛനും ശരിയും തെറ്റുകളും ഉണ്ട്. അച്ഛന്റെ കണ്ണിലും മനസ്സിലും ഏട്ടത്തെ ഇതൊക്കെ ചെയ്തതെന്നാ. അത് ഞാനോ താനോ പറഞ്ഞാൽ മാറുന്നല്ലോ. ഒരു നിമിഷം കൊണ്ട് ഏട്ടത്തെ കുറ്റക്കാരിയാക്കിയ പോലെ മറ്റൊരു നിമിഷം കൊണ്ട് ഏട്ടത്തെ മനസ്സിലാക്കാനും അച്ഛന് പറ്റും. അതിന് എത്ര കാലം വരെ വേണമെന്ന് മാത്രം എനിക്കറിയില്ല. എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ. ഒരു ദിവസം എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എന്തായാലും കാത്തിരിക്കാനല്ലേ പറ്റൂ. അത് എത്രയും വേഗം സംഭവിച്ചാൽ മതി. നമുക്ക് ഏട്ടത്തിന്റെ അടുത്ത് പോയി കുറച്ചു നേരം ഇരുന്നാലോ? സച്ചേട്ടനും ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ ഏട്ടത്തിക്ക് ആ വിഷമം കുറച്ചൊക്കെ മാറും. നീ വാ. അതിന് എന്തുപറ്റി? അറിയില്ല. എന്താ വേദന. അതിന് അതിന് എന്താ അറിയില്ല. വേദനിക്കുന്നു. ഒന്നുമില്ല. ഇവിടെ അതിന് എന്താ അതിന് അതിന് എഴുതി 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 ഓടിവാ. എനിക്ക് ഒന്നുമില്ലടോ. വേദന സഹിക്കാൻ വയ്യ. എഴുതി എഴുതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.